കണ്ട് വിളിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക്. പണ്ട് കുടുംബശ്രീത്തെ ആൾക്കാരൊക്കെ ഓണത്തിന് വിളിച്ചാൽ എനിക്ക് ഇഷ്ടം വെച്ചിട്ടാണ് ഞാൻ ഓനക്ക് വിളിച്ചത്. പിന്നെ നാട്ടിലുള്ള ആൾക്കാരെ പോയി വിളിച്ചിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടു വെച്ചല്ലോ 10,000 നിറച്ച് പൈസ. അപ്പൊ എനിക്ക് ഇഷ്ടമായി പോലെ വിളിച്ചത്. എനിക്ക് ഇഷ്ടമായില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഓരോട്ട് പോയിട്ട് പറയാം എനിക്ക് വിളിച്ചത് ഇഷ്ടമായിട്ടില്ല, നിങ്ങൾ ആരും വരണ്ടാവും. എന്നിട്ട് വേണം കുടുംബശ്രീയിലുള്ള ആൾക്കാർ ഈ സൈഡ് ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ലാത്തോട്ട് കയറി അഭിപ്രായം പറയാൻ നിന്നത്. പിന്നെ ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ചൊന്നും. ഈ നിന്നോട് എന്തൊക്കെ പറയുന്നത്? ഇവിടെ നിങ്ങൾക്ക് എപ്പോ കാര്യം കാണിച്ചേ പഠിച്ചോണ്ട് ഇവളിപ്പോ എവിടുക്ക പോയിട്ടുള്ളത്? ഇന്നലെ വാക്കത്തിരുത്തി ഇന്റെ തല മുറിക്കോ? അതല്ല, ഇതെന്താ ഇങ്ങനെ പച്ചക്കറി കാണുന്നുണ്ടോ? കുടുംബശ്രീകാരെ മുഴുവൻ ഇങ്ങനെ ക്ഷണിക്കുമ്പോ ആലോചിക്കണേ ഓണസദ്യ ഉണ്ടാക്കാനുള്ള ലിസ്റ്റാണ്. 4 കിലോ ഉള്ളി തക്കാളി. സദ്യയിലായാലും ഉള്ളി തക്കാളി കുറെ ഇടുവോ? ഞാൻ സാമ്പാറിൽ 4 കിലോ ഉള്ളി തക്കാളി ഇടും. അതൊക്കെ എന്താ 2 കിലോ നിറച്ചോ? സദ്യയിലൊക്കെ അരച്ചുണ്ടാക്കുക വെജിറ്റബിൾസ് ആണ്. എനിക്ക് കാളനും തോരനും മാത്രം തിന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ രുചി പിടിക്കൂല. എനിക്ക് കുറച്ച് ഇറച്ചി വേണം. അതെ, ക്ഷണിക്കുമ്പോ ആലോചിക്കണേനോ പോയി അങ്ങോട്ട് വാങ്ങിട്ട് വാ. ഞാൻ വാങ്ങിട്ട് വരാം. 4 ആൾക്കുള്ള സദ്യക്ക് 40 ആൾ ലിസ്റ്റ് ഇട്ട്. അല്ല ചെയ്യുന്നതാ, നമുക്ക് ഓരോ വിളിക്കാൻ നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് വരണ്ട അറിയാം. അല്ലോ, അത് അവിടെ നിങ്ങൾ ആലോചിച്ചേനു. ഇപ്പൊ ഓലോട് പറഞ്ഞിട്ട് ഓല് ഞാൻ വരണ്ടാന്ന് പറഞ്ഞു എന്താ വിചാരിക്ക? എനിക്കും അസൂയായിട്ട് എനിക്കും പിശുക്കായിട്ടെന്നാണ്. പറ്റൂല. പോയി സാധനങ്ങൾ നിങ്ങൾ വാങ്ങിട്ട് വാങ്ങും. പിന്നെണ്ടല്ലോ, നിങ്ങൾ ഉമ്മാക്ക് 1,500 രൂപ ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുക്കി. എന്തിനു? ഞാനല്ല കഴിഞ്ഞ ആഴ്ച ഉമ്മാനും കൂട്ടി ഹോസ്പിറ്റലിൽ മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു. ഇന്നെന്തിനാ 1,500 രൂപ? മരുന്ന് വാങ്ങിക്കൊടുക്കാനല്ല. ഈ കണ്ട സദ്യ നിങ്ങൾക്ക് ഒറ്റക്കൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. എനിക്ക് ആരെങ്കിലും ഒക്കെ ഒപ്പത്തിന് വേണം. അതുകൊണ്ട് ഉമ്മാനോട് വരാൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരിക്കണേ. ശരി, കോഴിക്കോടുള്ള ഉമ്മാനോട് കൊണ്ടുവരാം. മഴ ഈ കൊമ്പത്തോളം എപ്പോഴും പോകുന്ന. എന്നാ ശരി, ഉമ്മാനെ കൂട്ടിക്കോ. എന്നാലും കോഴിക്കോട് കൊടുക്കാൻ 200 രൂപ പോരാ. അതിന് ഞങ്ങൾക്ക് 1,500 രൂപ. ഇമ്മാക്ക് പിന്നെ ബസ്സിൽ ഇങ്ങനെ കാല് താഴ്ത്തി തൂക്കിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നീര് കൂടുന്ന് അറിഞ്ഞിക്കണേ. അതിന് വേറെ പൈസ കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞോ അവിടെ തന്നെ ഇന്നോവ 2 വിളിച്ചു ഇവിടെ വരെ വരാന്. അതിന് 1,500 രൂപ അയച്ചു കൊടുക്കണം. ഇന്നോവയില് വരെ നിങ്ങളെന്താ അമ്മാന്റെ മക്കളോ? അപ്പാനിന്റെ മക്കളാണോ അമ്മാനിന്റെ മക്കളാണോ എന്ന് എനിക്കറിയില്ല. ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എനിക്ക് സത്യം ഒറ്റക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ആലോചിക്കാം. അന്ത പോവാത്തത് മഴയാണ് മഴ. സദ്യ ഉണ്ടാക്കുന്ന നമുക്ക് ചെവി ഒന്ന് പൊട്ടി പോയിട്ടില്ല. ഈ ചെവി വെട്ടുന്നുണ്ട്. മഴ തോന്നിട്ട് വേറെ സാധനം വാങ്ങാണ്ട് പോയിക്കോളി. അല്ല സൈനപ്പാ, ഈ പൂക്കളും സദ്യ മാത്രം ഇട്ടാ മതിയോ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു തിരുവാതിരം കൂടി കളിച്ചാലോ? ഞാനൊന്നുമില്ല, നിങ്ങൾ അത് കളിച്ചാൽ മതി. ഇങ്ങോട്ട് നോക്കി, ഞാൻ കാണിച്ചു തരാം. മനസ്സാകുന്നില്ലാവ് മലയാള ചുണ്ടി അതിൽ പോകരിറാവ്. പഠിച്ചോനെ, ഇതെന്താണ് ഇത്? മറ്റേ ആ ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്ന അപ്സര ഈ മൂട് കുലിക്കണ നല്ല തിരുവാതിര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കൊടവേറണേ. ഞാനൊരു കൊട എന്ത് തരാം? മാവേലി എഴുതി കൂടെ അങ്ങനെ തരാൻ പല നടന്നോ? പിന്നെ 5ാം ക്ലാസ്സിന് തിരുവാതിരക്ക് ഫസ്റ്റ് കിട്ടിയ ആളത്. അന്ന് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും കളിക്കണം. മനസ്സിലായി? അങ്ങോട്ട് പോകാൻ കേട്ട് ശരി. പാടത്ത് കൊണ്ടേ കോലത്തിന് കഴിയുമ്പോട്ട് എടുത്ത എന്താണ് എങ്ങോട്ട് നോക്ക്. അല്ല, ഈ ഓണത്തിന് സദ്യ മാത്രം മതിയോ? ഞാൻ പറയാൻ നിൽക്കുക. നിങ്ങൾ ഈ കൊടവാര് വെച്ചിട്ട് ഞാനൊരു ഓലപ്പൊടിയും തരങ്ങളും മാവേലി ഇട്ടി കൂടെ തേരാപ്പാലം നടന്നോ? കിരീടല്ല, പകരം നമ്മളെ മറ്റേ ഉരുളി ഉണ്ട്. അതൊരു തലയിലും വെച്ചോളി. അല്ലെ അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ പ്രശ്നം? ഈ ഓണത്തിന് സദ്യ മാത്രം മതിയോ? വലിയൊരു പൂക്കളുണ്ടേ ഈ മുറ്റത്തൊക്കെ. ഈ നട്ട് പിടിപ്പിച്ച എന്തോരം പൂക്കളുണ്ട്. അതാവുമ്പോ ചെലവും കുറഞ്ഞോളും. ഇതങ്ങട്ട് വച്ചു പൂക്കളിടാം. ആ കണ്ട പൂക്കൾ ഏതെങ്കിലും നിങ്ങളെ കൈ കൊണ്ട് തൊട്ടുകൾ ഈ തല പെട്ടുന്നത്. ഇതിന്റെ പൂക്കൾ തൊറയിട്ട് നമുക്ക് ഇത്ര ചെലവ് ചുരുക്കാനാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയാൻ നിൽക്കേ. നിങ്ങൾ എന്തായാലും പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴേ കുറച്ച് പൂക്കളും കൂടി ഉണ്ട് വാങ്ങിയിട്ട് വന്നു. വെറുതെ വരുന്ന ആൾക്കാർക്ക് പൂക്കളം കാണണ്ടേ? അല്ല പിന്നെ ഏത് നേരത്തെ കാണാൻ ഓരോ വിളിക്കാൻ തോന്നുന്നത്. ഞാൻ പറഞ്ഞോ ഈ കണ്ട ഓണത്തിന് മുഴുവൻ വിളിക്കാൻ ഞാൻ പറഞ്ഞോ?
ആ സിനിമ ഞാൻ പൂക്കൾ വാങ്ങിച്ചടാ. പൂള് വരുന്നതിന് മുമ്പ് ഇട്ടാ പിന്നെ പൂക്കളിന്റെ പൈസ റെഡി ആയിരുന്നു. പൂ പറിച്ചതല്ല, നമ്മൾ ഓണത്തിന് തല്ലില്ലേ, അതിനൊന്ന് പ്രാക്ടീസ് ചെയ്തതാണ്. ഞാൻ പൂ പറിക്കുമ്പോ എന്തായാലും ഈ ഓടി വരുമല്ലോ, ഓണത്തിന് വസ്തു എന്തായാലും അടക്കുന്നു. അയ്യോ അത്ര തല്ലണ്ടില്ലേന്നല്ലേ ഫസ്റ്റെക്കാന്ന് പറഞ്ഞില്ല. ഇനി എന്താണ്? ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? ഈ കണ്ടമാന ആൾക്കാർക്ക് മുഴുവൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ നിന്റെ നാട്ടിൽ ഊരൊക്കെ ഒടിയും. അതുകൊണ്ട് ഇത് സാധനങ്ങൾ ഉണ്ടാക്കാൻ സഹായത്തിന് കൂലിപ്പണിക്കാരെ വേണം. പിന്നെ ഈ വരുന്ന ആൾക്കാർക്ക് വിരുന്നാരല്ലേ, ഓർക്കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ട് നടക്കൂല. പിന്നെ തന്നെ കോഴിക്കോട് നിന്നാണ് ഇന്നോവയിലൂടെ കൊണ്ടുവരുന്നത്. നിങ്ങളെ കാലത്ത് ചെയ്യാത്തമ്മ ഇവിടെ എത്രങ്ങാനും കറികൾ ഉണ്ടാക്കി തരൂ. എന്നാ പിന്നെ ആ പൈസ കൊണ്ട് ഇവിടെ രണ്ടാളും ആക്കി തന്നാ പോരെ? പറ്റൂല. ഇത് നിങ്ങളെ അമ്മാനെ കണ്ട് സുഖിച്ചോണ്ട് പാറിന പണിയും കിട്ടാ മതി. പോയിട്ടേ വരുമ്പോ 2 കൂലിക്ക് പണിക്കാരും കൂടി വാങ്ങിച്ചു വരും. നിക്കാതെ എനിക്ക് എന്റെ പണിക്കാരല്ല വേണ്ടത്. തീരുമാനം പിടിക്കത് ഹലോ ജനജെ, ഇത് ഞാനാ ഗോയാക്കാം. പിന്നെ നമ്മള് രാവിലെ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലേ, ഓണത്തിന് എന്തായാലും ഇവിടെ നമ്മള് പരിപാടി നടത്തണേന്ന്. അത് വേണ്ടട്ടോ, എന്താന്ന് അറിയില്ല. ഇന്ന് രാവിലെ സൈനബ് ഉണ്ടാക്കി തന്ന കടി എന്നിട്ടാണെന്നല്ല, വയറിന് സുഖല്ല. രാവിലെ മുതൽ 3 നേരം ഞാൻ കക്കൂസ് ഇരിക്കണേ. അതുകൊണ്ട് എന്തായാലും ഇവിടെ പരിപാടി നടക്കൂല കേട്ടോ. 5 തന്നെ ആക്കാ പരിപാടി. ശരി ശരി. എല്ലാവർക്കും പറഞ്ഞോടി. ഇപ്പൊ സമാധാനമായല്ലോ? അത് പിന്നെ എത്ര കഷ്ടപ്പെട്ട് ഓരോ വിളിച്ച സ്ഥിതി നിർത്തിക്കോ. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞോ, കുടുംബശ്രീകാരും ഗൈസ്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. നമ്മൾ ആവശ്യമില്ലാത്തടത്ത് പോയിട്ട് അഭിപ്രായം പറയാൻ പിന്നെ അതൊക്കെ കൂടി വലിയ വേണ്ടിയിട്ട് നമ്മളെ തലേക്ക് അത് ഒപ്പിക്കാൻ ഇനി നമ്മൾ അതിലേറെ പെടാൻ പേടേണ്ടി വരും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പഠിച്ചിട്ട ബൈ.